നമസ്കാരം, ഞാൻ വിനോദ്. പൈലറ്റ് സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം കാണുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് പാദത്തിന്റെ നീളം കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടോ, ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം 17 സെന്റിമീറ്ററും ലംബത്തിന്റെ നീളം 8 സെന്റിമീറ്ററും ആയാൽ പാദത്തിന്റെ നീളം എത്ര? നമുക്ക് ആദ്യം മട്ടത്രികോണം ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ വരും അല്ലേ? ഇത് 90 ഡിഗ്രി ഇത് ഇങ്ങനെയുള്ളതാണ് മട്ടത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കർണത്തിന്റെ നീളം 17 സെന്റിമീറ്റർ. ഇതാണ് കർണം. ഇതാണ് കർണം 17 സെന്റിമീറ്ററും ലംബത്തിന്റെ നീളം, ലംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലംബമായിട്ട് അത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആയാൽ പാദം ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് അല്ലേ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ്? പൈതഗോറസ് സിദ്ധാന്തം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഏതാണ്? പാദം സമം റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബ സ്ക്വയർ. ഇപ്പം നമ്മൾ കർണം കണ്ടുപിടിക്കുന്നെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ആയിരുന്നു. അപ്പൊ പാദം കണ്ടുപിടിക്കണമെങ്കിൽ ഇതെങ്ങനെയാണ്? കർണ സ്ക്വയർ മൈനസ് ലംബ സ്ക്വയർ ആണ്. അതുപോലെ ലംബം കണ്ടുപിടിക്കണമെങ്കിലും ഈ ലംബമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലും അതുപോലെ കർണ സ്ക്വയർ മൈനസ് പാദ സ്ക്വയർ എന്നാണ് ചെയ്യേണ്ടത്. ഓർത്തിരിക്കുക, പൈതഗോറസ് സിദ്ധാന്തം. അപ്പോൾ കർണം എത്രയാണ് ഇവിടെ? 17. ഇപ്പൊ റൂട്ട് 17 സ്ക്വയർ മൈനസ് ലംബം എത്രയാണ്? 8 സ്ക്വയർ അല്ലെ? കർണ സ്ക്വയർ മൈനസ് ലംബ സ്ക്വയർ ഈസിക്കൽ 17 സ്ക്വയർ എത്രയാണ്? 289. റൂട്ടിൽ 289 മൈനസ് 8 സ്ക്വയർ എത്രയാണ്? 64. 289 64 കുറയ്ക്കണം. 289 64 കുറയ്ക്കുമ്പോൾ 4 9 6 2 8 225 വരും അല്ലെ? റൂട്ട് ഓഫ് 225 എത്രയാണ് വർഗ്ഗമൂലം? 225ന്റെ 15. 15 15 225 അല്ലേ? അപ്പോൾ പാദത്തിന്റെ നീളം എത്ര വരും? 15 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയാം, പാദം കാണാൻ കർണ സ്ക്വയർ മൈനസ് ലംബ സ്ക്വയർ ആണ് സൂത്രവാക്യം. അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇത് ഓർത്തിരുന്നാൽ മാത്രം ശരിയാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.